പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് പുതുപ്പള്ളി പോസ്റ്റ് ഓഫീസിൻ്റെ അവിടുന്ന് അമ്മകുന്നേൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പോസ്റ്റ് ഓഫീസിന് തൊട്ടടുത്താണ്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് എൻ്റെ ഈ തൊട്ടുപുറകെ കാണുന്നത്. ഇത് വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജലജീവന്റെ പൈപ്പിന്റെ കുഴി എടുത്തപ്പോഴത്തേന് തകർച്ച വീണ്ടും പൂർണ്ണമായി. എന്നാൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇപ്പം അത് ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുകയാണ്. 5 ലക്ഷം രൂപയുടെ ഇത് ഈ പൈപ്പ് പൊട്ടിച്ച് അവിടെ കുഴിയെടുത്താൽ മുഴുവൻ കോൺക്രീറ്റ് ഇട്ട് റീസ്റ്റോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ വാർഡ് മെമ്പർ ഇതിലേ വരും. അപ്പം നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. അപ്പം നമുക്ക് ഈ വഴി ആദ്യം ഒന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡാണ് എള്ളുകാല. പുതുപ്പള്ളി കവലയ്ക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വാർഡും കൂടെയാണ് എള്ളുകാല. ഇവിടുത്തെ റോഡുകളെല്ലാം വീതി കുറഞ്ഞ റോഡുകളാണ്. ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് എള്ളുകാല. അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് വലത്തോട്ടുള്ള റോഡാണ്. അമ്മകുന്നേൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു 150 വീട്ടുകാരോളം താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ റോഡ് വർഷങ്ങളായിട്ട് ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടുന്ന് നിരവധി പരാതികളാണ് ഈ റോഡ്. ഒന്നാമത് ജലജീവൻ മിഷൻ്റെ പൈപ്പിൻ്റെ കുഴിയെടുത്ത് പോയതോടുകൂടിയാണ് റോഡ് വല്ലാതെ അങ്ങ് തകർന്നത്. എന്നാൽ ഇപ്പോൾ ആ റോഡ് പഞ്ചായത്ത് ഭരണസമിതി 5 ലക്ഷം രൂപ മുടക്കി മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം പൈപ്പ് ഇട്ടുപോയ ആ സ്ഥലങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്യുന്ന കാഴ്ചയാണ്. അപ്പം അതിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ കുന്നുപോലുള്ള സ്ഥലമാണ് ഈ അമ്മകുന്നെന്ന് പറയുന്നത്. പുതുപ്പള്ളിയുടെ ഏറ്റവും ഉയരം കൂടിയൊരു സ്ഥലം കൂടിയാണ്. ഇവിടെയുള്ള ആൾക്കാർ മിക്ക ദിവസം പരാതിയായിരുന്നു. കാരണം ഒരു വാഹനം കൊണ്ട് പോലും ഇതിലെ പോകാൻ പറ്റുമല്ലാത്ത സ്ഥിതിയിലായിരുന്നു റോഡ് കിടന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്തുമ്പോഴത്തേന് വലിയൊരു ആശ്വാസമാവും. ഇവിടം വരെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത്. ഇവിടെ ഈ തൊട്ട് വലത് സൈഡിലെ ഈ വീട്ടിലെ സാറ് മിക്ക ദിവസവും എന്നെ വിളിച്ച് പറയും, നമ്മുടെ റോഡ് മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത്, എന്തെങ്കിലും ചാനലിനകത്തൊക്കെ വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ നമ്മുടെ ചാണ്ടിയമ്മൻ്റെ ഇവിടെ കട്ടളവയ്യൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തെല്ലാം ഞാൻ ഈ റോഡിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ അതുപോലെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അവർ. അവിടെയുള്ള ആൾക്കാരെല്ലാം മെമ്പറോടൊന്നും പരാതി പറയുകയും പഞ്ചായത്ത് സെക്രട്ടറിയോട് പരാതി പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ഇതിനെല്ലാം പരിഹാരമായിട്ട് വഴി നന്നാകുകയാണ്. ഇതാണ് ജലജീവൻ മിഷൻ്റെ കീഴാറ്റുകുന്നമ്പുറത്തെ ടാങ്കിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ കാണാം. അപ്പം നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഈ 17-ാം വാർഡിലെ മെമ്പറുമായ ജിനു ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഇതിൻ്റെ കാര്യം ചോദിക്കാം. 5 ലക്ഷം രൂപ നമ്മുടെ ഈ വാർഡ് മാത്രമുള്ളതോ? അല്ല, എല്ലാ വാർഡിലും എല്ലാ വാർഡിലും. ഇതിപ്പം 2023-24 പ്രോജക്റ്റ് വെച്ച് ഇതിപ്പം നമ്മുടെ കുന്നോള് വരെ ഉണ്ടോ? അതോ ഇത് നമ്മുടെ 3 പോസ്റ്റ് ഓഫീസ് റോഡ് അത്ര ഇവിടെ എല്ലാവരും വേറെ വല്ല വഴിക്ക് മെയിൻ്റനൻസ് ഉണ്ടോ? അത് ഇല്ല, ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണ് വെച്ചേക്കുന്നത്. ജലജീവന്റെ വേറെ പൈപ്പൊന്നും അങ്ങോട്ട് ഇട്ടിട്ടില്ലല്ലോ. ഈ റോഡൊന്നും ഇത് PWD റോഡ്. അതുകൊണ്ട് അതിന്റെ സാങ്ഷൻ ആയി വരുന്നേ ഉള്ളൂ. ബാക്കി ഇട്ടേക്കുന്നത് ഇപ്പം നമുക്ക് ഇതിനാ മുൻഗണന കൊടുത്തേക്കുന്നത്. നമുക്കറിയാം കീഴാറ്റുകുന്നമ്പുറം കഴിഞ്ഞാൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഏറ്റവും ഉയർച്ചയുള്ള ഒരു സ്ഥലം അമ്മൂന്നെന്നുള്ളത്. അതായത് കണ്ടമാനം വെള്ളം, പെയ്ത്ത് വെള്ളം കണ്ടമാനം ഒഴുകി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വഴിയായത്. വെള്ളം ഒഴുകിപ്പം വെച്ചാൽ ഇത് പൊളിച്ചിട്ട കാരണം നല്ല രീതിയിൽ വെള്ളം കുത്തി ഒഴുകി വരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ വാർഡിലെ ഒരു മുൻഗണന എന്നുള്ള രീതിയിൽ ആയിട്ട് വെച്ചേക്കുന്ന ഈ വർഷം. അതെന്നറിയാൻ വേണ്ടി. ശരി. ജലജീവൻ മിഷൻ്റെ പൈപ്പിന് വേണ്ടി പൊട്ടിച്ച കുഴികളൊക്കെ ഇതുപോലെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമാകും.